നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ? മാനവേദനെ കൊണ്ട് കൃഷ്ണനാട്ടം രചിപ്പിച്ച കണ്ണൻ്റെ കഥ. കഥ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ തനത് കല എന്ന് പറയുന്ന കഥകളിയുടെ മൂലകലയും കേരളത്തിലെ ആദ്യത്തെ നൃത്തനാടകവുമായിട്ടാണ് കൃഷ്ണനാട്ടം അറിയപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് കൃഷ്ണനാട്ടം. 8 ദിവസത്തെ കളിയായിട്ടാണ് കൃഷ്ണനാട്ടം സാധാരണ നടത്താറുള്ളത്. അതിന് 8 നാഴി എണ്ണ, 8 തിരി, 8 കുട്ടികൾ, 8 നാഴിക നേരത്തെ കളി, 8 അരങ്ങ് പണം, ഇങ്ങനെ 8 ചേർന്നുള്ള കണക്കുകളാണ് കൃഷ്ണനാട്ടത്തിനുള്ളത്. എന്നാൽ ഈ കൃഷ്ണനാട്ടം ഉണ്ടാവാനുള്ള കാരണം നിങ്ങൾക്കറിയോ? അതിന് പിന്നിൽ മാനവേദൻ എന്ന മഹാഭക്തൻ്റെ കൈകളാണ്. അത് മാനവേദനാണ് എഴുതിയതെങ്കിലും അതിന് കാരണക്കാരനായിട്ട് നമ്മുടെ ഗുരുവായൂർ കണ്ണൻ തന്നെയാണ്. അപ്പോൾ കൃഷ്ണനാട്ടത്തെപ്പറ്റി പല ഐതിഹ്യങ്ങളുണ്ട്. അതിലിപ്പോൾ എനിക്കറിയുന്ന ഒന്നാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദനാൽ രചിക്കപ്പെട്ട കൃഷ്ണഗീതി, ആ കാവ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ കൃഷ്ണനാട്ടം എന്ന് പറയുന്ന കലാരൂപം ഉണ്ടായത്. 12ാം നൂറ്റാണ്ടിലെ ഭക്തകവിയായിരുന്ന ജയദേവന്റെ ഗീതാഗോവിന്ദത്തിന് അതിന് ചുവട് പിടിച്ച് രചിക്കപ്പെട്ട കൃഷ്ണഗീതിയുടെ ദൃശ്യാവിഷ്കാരം 300-ൽ പരം വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൃഷ്ണനാട്ടമാകുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മഹാഭക്തനായിരുന്നു വില്ലുമംഗലം സ്വാമിയാർ. വില്ലുമംഗലം സ്വാമിയാരെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ എവിടെ ഗുരുവായൂരപ്പൻ്റെ കഥയുണ്ടോ, കൃഷ്ണൻ്റെ കഥയുണ്ടോ, അവിടെ സ്വാമിയാരും ഉണ്ടാവും. അത്രയ്ക്കും പ്രസിദ്ധമാണ് വില്ലുമംഗലം സ്വാമിയാരുടെ കൃഷ്ണഭക്തി, അല്ലേ? അദ്ദേഹത്തിന് കണ്ണനെ നേരിൽ കാണാനുള്ള കഴിവുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വില്ലുമംഗലത്തിന് ഇപ്പോൾ ഗുരുവായൂരിൽ ചെന്ന് കഴിഞ്ഞാൽ മതിലിരിക്കണ കണ്ണനെ കാണാം, എല്ലാവരുടെയും കണ്ണനെ കാണാം. ഗുരുവായൂരിൽ കയറി അമ്പലത്തിൽ കയറി തൊഴുകണമെന്നില്ല. വില്ലുമംഗലത്തിന് കണ്ണനെ ഇപ്പോൾ മതിലിരുന്നിട്ടും കാണാം, എല്ലാവരുടെയും കണ്ണനെ കാണാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കഴിവുള്ള സ്വാമിയാരെ ഓരോ വീട്ടിലേക്കും വിളിച്ച് പൂജ നടത്താൻ വേണ്ടി ആൾക്കാർ മത്സരിക്കുമായിരുന്നു. സ്വാമിയാരല്ല എവിടെയാണ് പൂജയ്ക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കുക. അത് ഉള്ളിലിരുന്ന് കണ്ണൻ പറയും. കണ്ണൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോരുത്തരും വന്ന് വിളിക്കണതും സ്വാമിയാർ പൂജയ്ക്ക് പോകുന്നതുമെല്ലാം. അങ്ങനെ കോഴിക്കോട് സാമൂതിരിയായിരുന്ന ശ്രീ മാനവേദൻ ഊണിലും ഉറക്കത്തിലും ഒരേ ചിന്ത, എങ്ങനെയെങ്കിലും എനിക്ക് കണ്ണനെ ഒന്ന് കാണണം. എന്താണ് അതിനൊരു മാർഗം? അദ്ദേഹം ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു, ജ്യോത്സ്യരെ വിളിച്ചു, അങ്ങനെ എല്ലാവരെയും വിളിച്ചു ചേർത്തി ഓരോന്ന് ഉപായം ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു വഴി? എനിക്ക് കണ്ണനെ കണ്ടേ പറ്റൂ. ഊണിലും ഉറക്കത്തിലും ഇതായി ചിന്ത. ചിലർ പറഞ്ഞു വ്രതം എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ഗുരുവായൂർ പോയി ഭജനം ഇരിക്കാം, അല്ലെങ്കിൽ തപസ് ചെയ്യൂ. പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും സ്വീകാര്യമായിരുന്നില്ല. എനിക്ക് കണ്ണനെ കണ്ടേ പറ്റൂ, ഇതാണ് അദ്ദേഹത്തിന് ഊണിലും ഉറക്കത്തിലുമുള്ള ചിന്ത. അപ്പോൾ രാപ്പകലില്ലാണ്ട് ഇങ്ങനെ ചിന്തയിൽ വലഞ്ഞപ്പോൾ സദസ്സിലൊരാൾ പറഞ്ഞു, നമുക്ക് വില്ലുമംഗലം സ്വാമിയാരെ വിളിച്ച് ഒന്ന് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ നോക്കാം. കാരണം വില്ലുമംഗലത്തിന് കണ്ണനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയണത്. നമുക്ക് ആ വഴിക്കും കൂടെ ഒന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞിട്ട് രാജാവ് അപ്രകാരം തന്നെ വില്ലുമംഗലത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. വില്ലുമംഗലം സാധാരണ പാവപ്പെട്ടവരുടെ വീട്ടിലും സാധാരണക്കാരുടെ വീട്ടിലും മാത്രം പോയി ശീലിച്ച് വില്ലുമംഗലമാണ്. അപ്പോൾ രാജാവ് വിളിച്ചാൽ പോകാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ രാജാവിൻ്റെ ആജ്ഞ ധിക്കരിക്കാൻ വയ്യാണ്ട് അദ്ദേഹം കൊട്ടാരത്തിൽ പോയി. അതിന് വഴി പ്രകാരം പൂജകളൊക്കെ ചെയ്തു. അദ്ദേഹത്തെ പട്ടും വളയും ഒക്കെ നൽകി ആദരിച്ചു. യാത്ര ചോദിച്ച് പോവാൻ നേരത്ത് വില്ലുമംഗലം ഇറങ്ങിയപ്പോൾ രാജാവും പുറകെ പോയി. രാജാവ് അങ്ങനെ വില്ലുമംഗലത്തിനോട് പറയുകയാണ്, സ്വാമിയാരെ എനിക്ക് ഒരു സഹായം കൂടെ ചെയ്തു തരണം. അപ്പോൾ സ്വാമിയാർ ചോദിച്ചു, എന്താണ്? രാജാവ് പറഞ്ഞു, എനിക്ക് കണ്ണൻ്റെ ദർശനം വേണം. അപ്പോൾ സ്വാമിയാർ പറഞ്ഞു, അതിനെന്താ, ഗുരുവായൂരപ്പനെ ദർശിക്കാമല്ലോ, ഗുരുവായൂർക്ക് പോന്നോളൂ പറയുക. രാജാവ് പറഞ്ഞു, അത് പോരെ സ്വാമിയാരെ, ഭഗവാനെ എനിക്ക് നേരിട്ട് കാണാൻ കഴിയുമോ? അതാണ് ഞാൻ ചോദിക്കണം. അങ്ങ് എന്നെ സഹായിച്ചേ പറ്റൂ. എനിക്ക് ഊണില്ല, ഉറക്കമില്ല, എനിക്ക് 24 മണിക്കൂറും കണ്ണനെ പറ്റിയുള്ള ചിന്തയാണ്. എനിക്ക് കണ്ണനെ കണ്ടേ മതിയാവൂ. സ്വാമിയാർ, അയ്യോ ഇതിപ്പോൾ ഇത്തിരി കഷ്ടമായല്ലോ കണ്ണ, ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഒരു നിമിഷം അദ്ദേഹം ധ്യാനത്തിൽ അമർന്നു. എന്നിട്ട് അപ്പോൾ മനസ്സിൽ സ്വാമിയാർക്ക് കണ്ണൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. കണ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കളിക്കുക. അപ്പോൾ സ്വാമിയാർ പറഞ്ഞു, എൻ്റെ കണ്ണ, എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. രാജാവാണ് പറയുന്നത്, അതും താണു വീണ് അഭ്യർത്ഥിക്കുകയാണ് എന്നോട്.
കണ്ണനെ കാണണം, അത് നേരിട്ട് കാണണം എന്നും പറഞ്ഞ് എന്താ ഞാനിപ്പോൾ പറയുക, എന്നെ ധർമ്മസങ്കടത്തിലാക്കാതെ ഒരു വഴി പറഞ്ഞു തരൂ കണ്ണാ പറഞ്ഞു. കണ്ണൻ സ്വാമിയാരോട് പറയാണ്, സ്വാമിയാർ വിഷമിക്കണ്ട, എന്നെ കണ്ടാൽ പോരെ, ഗുരുവായൂരിലെ എൻ്റെ വാസസ്ഥാനത്തുള്ള ഇലഞ്ഞിച്ചുവട്ടിലാകട്ടെ ഞങ്ങളുടെ കൂടിക്കാഴ്ച, ഇങ്ങനെ തന്നെ അറിയിച്ചോളൂ പറഞ്ഞു. അങ്ങനെ സ്വാമിയാർ പറഞ്ഞ പ്രകാരം നമ്മുടെ മാനവേദൻ ഗുരുവായൂരിൽ വരികയാണ്. വില്ലുമംഗലം പറഞ്ഞതനുസരിച്ച് രാജാവ് ഗുരുവായൂരിലെത്തി. ഗുരുവായൂരിൽ ഇലഞ്ഞിമരച്ചുവട്ടിലാണ് കണ്ണൻ പറഞ്ഞത്, ഇലഞ്ഞിമരച്ചുവട്ടിൽ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതാ നമ്മുടെ കണ്ണൻ മനോഹരമായിട്ട് ഗോപീചന്ദനക്കുറിയൊക്കെ തൊട്ട് ചുരുണ്ടിരുണ്ട കൂന്തൽ മുകളിലേക്ക് കെട്ടി മയിൽപ്പീലിയൊക്കെ ചൂടി ഈ ലോകത്തെ മുഴുവൻ ഉള്ളിലേക്ക് ആവാഹിക്കാൻ ശക്തിയുള്ള പ്രകാശം നിറഞ്ഞ കണ്ണുകളിൽ കരുണ നിറച്ച് അങ്ങനെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന അത്രയും മനോഹരമായ പുഞ്ചിരിയോടെ ഇലഞ്ഞിമരച്ചുവട്ടിൽ അതാ നിൽക്കണു. ഇപ്പോൾ ഞാൻ ഓടിക്കളയും എന്ന കുസൃതിയോടെ നിൽക്കുന്ന കണ്ണനെ കണ്ടിട്ട് മാനവേദൻ സ്വയം അടക്കാൻ കഴിഞ്ഞില്ല. ഓടിച്ചെന്ന് ആ കാവണ്ണനെ നെഞ്ചോട് ചേർക്കാൻ തോന്നി. ആർത്തിയോട് ആലിംഗനം ചെയ്യാൻ ചെന്നപ്പോഴോ കണ്ണൻ പറഞ്ഞു, വില്ലുമംഗലം ദർശനം തരാനേ പറഞ്ഞിട്ടുള്ളൂ എന്നും പറഞ്ഞ് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അപ്പോൾ ഭക്തനായ മാനവേദൻ രാജാവിനോ ഓടിച്ചെന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കാൻ നോക്കിയപ്പോൾ ഒരു പീലി തിരുമുടി കൈ കെട്ടി. ആ പീലി തിരുമുടി കൊണ്ട് കൃഷ്ണൻ്റെ കിരീടം ഉണ്ടാക്കിയെന്നും അതുപയോഗിച്ച് അഭിനയിക്കത്തക്കവണ്ണം കൃഷ്ണഗീതി രചിച്ചു എന്നുമാണ് കൃഷ്ണനാട്ടം എന്ന കലയുടെ ഭക്തിഭാവത്തെ കാണിക്കുന്നത്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ഇലഞ്ഞിമരത്തിൻ്റെ ഒരു കൊമ്പ് ഉപയോഗിച്ച് തമ്പുരാൻ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ബാലഗോപാല വിഗ്രഹം മുന്നിൽ വച്ച് പൂജിക്കുകയും ആ വിഗ്രഹത്തെ സംബോധന ചെയ്ത് കൃഷ്ണഗീതി എഴുതുകയും ചെയ്തു. കൃഷ്ണനാട്ടത്തിലെ കിരീടങ്ങളും പൊയ്മുഖങ്ങളും ആഭരണങ്ങളും എല്ലാം ഈ ഇലഞ്ഞിമരം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് ഐതിഹ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷ്ണനാട്ടത്തിൻ്റെ ഐതിഹ്യം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.